ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ചതയമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇലക്വാറ നിവാസികളുടെ ചിരകാല സ്വപ്നമായിരുന്ന കുടിവെള്ള പദ്ധതിയുടെ പ്രോജക്ട് ഉദ്ഘാടനത്തിന്റെ തത്സമയത്തിലേക്ക് സാക്ഷിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. നിലവിലുള്ള ഗ്രന്ഥശാലകൾക്ക് ടോയ്ലറ്റുകൾ നൽകിക്കൊണ്ട്, അതുപോലെ തന്നെ എല്ലാ സ്കൂളുകളിലും നമ്മുടെ മക്കൾ പഠിക്കുന്ന സ്കൂളുകളിൽ അവർക്ക് ആവശ്യമായ പ്രാഥമിക ആവശ്യം നിറവേറ്റുന്നതിനുള്ള ടോയ്ലറ്റുകളടക്കം നൽകിക്കൊണ്ടാണ് ആ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ 15 പേരുള്ള ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നത് ആതുര ശുശ്രൂഷ രംഗത്തിനാണ്. 3 ആശുപത്രികളുടെ പൂർണ്ണ ചുമതലയാണ് ബ്ലോക്ക് പഞ്ചായത്തിനുള്ളത്. ഒന്ന് കടക്കൽ താലൂക്ക് ആശുപത്രി, ഒന്ന് വെളുന്നല്ലൂർ, ഒന്ന് നിലമേൽ. 3 ആശുപത്രികളിലും 4.5 കോടി രൂപയുടെ പ്രവർത്തനങ്ങളാണ് ഈ വരുന്ന വർഷം നടക്കാൻ പോകുന്നത്. ഇപ്പൊ ദേശീയ അംഗീകാരം നമ്മുടെ കടക്കൽ താലൂക്ക് ആശുപത്രിക്ക് ലഭിച്ചു കഴിഞ്ഞു. അവിടെ ഒരു ദിവസം 40 പേർക്ക് 4 ഷിഫ്റ്റായിട്ട് 1 രൂപ പോലും പ്രതിഫലം വാങ്ങാതെയാണ് സൗജന്യമായിട്ട് ഡയാലിസിസ് ചെയ്യുന്നത്. ഇന്നലെ അവിടെ നമ്മുടെ ആശുപത്രിയിൽ വലിയൊരു പ്രോജക്റ്റ് ഇന്നലെ അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. 50 കോടി രൂപയുടെ 7 നിലകളോട് കൂടിയ ഒരു ബിൽഡിംഗ് അവിടെ വന്നുകൊണ്ട് നമുക്കുള്ള ഇന്ന് കിട്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഒരു കുടക്കീഴിലാക്കിക്കൊണ്ട് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ആളുകൾക്ക് പരമാവധി സൗകര്യങ്ങൾ, ശുശ്രൂഷ സൗകര്യങ്ങൾ ചെയ്യുന്ന ഒരു ബൃഹത്തായ പരിപാടിയുടെ തുടക്കം ഇന്നലെ അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് പോയിരിക്കുകയാണ്. വെളുന്നല്ലൂരിനെ സംബന്ധിച്ച് പറയുമ്പോൾ അതിവിടെ കിടത്തി ചികിത്സിക്കുന്നതിന് ആവശ്യമായ നടപടികളുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അവിടെ തന്നെ ഇപ്പം തൈറോയ്ഡ് മെഷീൻ ഇന്നലെ കഴിഞ്ഞാൽ വാങ്ങിക്കഴിഞ്ഞു. കണ്ണ് പരിശോധനയ്ക്കുള്ള ഏറ്റവും ഉയർന്ന നിലവാരം കൂടിയ മെഷീനെല്ലാം വാങ്ങി. നിലമേലടക്കം ഇത് പറയാൻ കാര്യം, അപ്പൊ ചോദിക്കും ഇടുക്കുവാറ വന്ന് അവിടുത്തെ കാര്യം നിങ്ങൾ അറിയണം. 3 ആശുപത്രികളിൽ സമഗ്രമായി ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ തന്നെ ഹരിത ഭൂഷണി നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് നിൽക്കുന്ന ആ കെട്ടിടത്തിന്റെ ബാക്കിൽ നല്ലൊരു കുടിവെള്ള പദ്ധതിയാണ് ഞങ്ങൾ കഴിഞ്ഞ വർഷം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അപ്പൊ ആളുകളെ സംബന്ധിച്ച് കുടിവെള്ളം എന്ന് പറയുന്നത് ഒരു വലിയ വലിയ കടമ്പയാണ് നമുക്ക് കടക്കേണ്ടത്. അത് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ പൈസ അടച്ച് അതിന്റെ പുറകിൽ നടക്കണം. കിണർ കുഴിക്കും, പിന്നെ ബാക്കി ഒരു ചെയ്യുക. അതിന്റെ പുറകിൽ ഇങ്ങനെ നടന്നാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ എത്തിച്ചിട്ടുള്ളത്. ഈ പ്രദേശത്തിൽ ഞാൻ ഇറ്റിയുടെ പ്രസിഡന്റായിട്ടുള്ള ആളാണ്. ഏറ്റവും കൂടുതൽ കുടിവെള്ള ക്ഷാമം നേരിടുന്ന ഒരു മേഖല തന്നെയാണിത്. ഇപ്പൊ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഇരിക്കും. നമുക്കറിയാം അവരെല്ലാം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ. നമ്മുടെ നിലവിലുള്ള ഇപ്പൊ ജലജീവൻ പദ്ധതിയുണ്ട്, അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതിയുണ്ട്. വെള്ളമില്ല. ഞങ്ങൾ അതിപ്പോ അതിനെ സംബന്ധിച്ച് ഇപ്പൊ ഹരി പറയും. ഹരി ഇപ്പൊ വീണ്ടും ഒരു 7 ലക്ഷം രൂപ ഞങ്ങൾ ഡിപ്പോസിറ്റ് ചെയ്ത സ്ഥലം ഏതാണെന്ന് ഹരിക്ക് അറിയുള്ളൂ. അവിടെ നിലവിലൊരു വലിയ കിണറുണ്ട്. ആ കിണറിൽ മോട്ടർ വെച്ചുകൊണ്ട് അവിടെയുള്ള മുഴുവൻ ആളുകൾക്കും വെള്ളം കൊടുക്കാൻ വേണ്ടി 7 ലക്ഷം രൂപ പിന്നെ കഴിഞ്ഞ 2 ദിവസം മുമ്പ് അടച്ചു. അതിന്റെ ആയി കഴിഞ്ഞു. അതിനെ സംബന്ധിച്ചുള്ള ഹരി പറയും. അപ്പൊ ആ എല്ലാ മേഖലയിലും താൻ പ്രതിദാനം ചെയ്യുന്ന 8-9 വാർഡ് ഉണ്ടെങ്കിൽ ആ 9 വാർഡിനെ ഒരുപോലെ കണ്ടുകൊണ്ട് അവിടെ ചെയ്യുവാൻ കഴിയുന്ന നമ്മുടെ സ്ത്രീകളെ സംബന്ധിച്ച് സ്വയം തൊഴിലുമായി നിൽക്കുന്ന നമ്മളിപ്പോ 53 ലക്ഷം രൂപയാണ് സ്ത്രീകളുടെ സ്വയം തൊഴിലിന് വേണ്ടി വെച്ചിട്ടുള്ളത്. അത് ചതയമംഗലത്തിന് അർഹതയായിട്ടുള്ള ഗ്രൂപ്പുകൾക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മഹാത്മാ ഗ്രന്ഥശാലയുടെ പണി പൂർത്തീകരിച്ച് അതിപ്പോ ഉടനെ ഉദ്ഘാടനം ചെയ്യുവാൻ ആലോചിച്ചിരിക്കുകയാണ്. അങ്ങനെ നിരവധി റോഡുകളുടെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുപോലെ സ്കൂളുകളുടെ ടോയ്ലറ്റ് മഹാത്മാക്ക് കൊടുത്തു. ഇപ്പൊ ജംഗ്ഷനിൽ വെച്ചിരിക്കുകയാണ്. ഗവൺമെന്റ് UPSന്റെ പണി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മേഖലയിലും ബ്ലോക്ക് പഞ്ചായത്ത് നിലയിൽ ഞങ്ങൾ ഇടപെടാറുണ്ട്. വീടുമായി ബന്ധപ്പെട്ടുകൊണ്ട് PMAY എന്ന് പറയുന്ന വീടിന്റെ ഇപ്പൊ 691 വീടുകളാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. ഫണ്ട് വരുന്ന മുറയ്ക്ക് 1, 2, 3 ഗഡുക്കളായി കൊടുക്കുകയാണ്. കേന്ദ്രത്തിൽ നിന്നുള്ള ഫണ്ട് ലഭിക്കാത്തതാണ് വിഷയം. അതൊന്നും പറയേണ്ട വേദികൾ ഇതല്ല. എങ്കിൽ തന്നെ അറിയണം, ഫണ്ടുകൾ ലഭിക്കേണ്ട പല ഫണ്ടുകളും കൃത്യമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രാവിഷ്കൃത ഫണ്ടുകൾ ലഭിക്കാത്തതുണ്ട്. തൊഴിലുറപ്പിൽ പണിയെടുക്കുന്ന നമ്മുടെ സഹോദരിമാരെ സംബന്ധിച്ച് പറയുമ്പോൾ അവർ ജോലി ചെയ്ത നിരവധി ദിവസങ്ങളുടെ പൈസ കിട്ടാനുണ്ട്. ഏപ്രിൽ 10 കഴിഞ്ഞതിന് ശേഷമേ അത് കിട്ടൂ എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ശമ്പള വർധനമൊക്കെ കാണിച്ചിട്ടുണ്ട്. എന്തായാലും ഏപ്രിൽ 1 മുതൽ തൊഴിലുറപ്പ് മേഖലയിലെ തൊഴിലാളികൾക്ക് തൊഴിലിൽ വലിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഒരുപാട് വികസന പ്രവർത്തനങ്ങളുമായിട്ടാണ്
ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് പോകുന്നത്. അതിനെ സംബന്ധിച്ച് ബഹുമാനിയായിട്ടുള്ള പ്രസിഡന്റ് പറയും, ഒരുപാട് കോടികളുടെ വികസന പ്രവർത്തനങ്ങൾ വരുന്ന ദിവസങ്ങളിൽ അതെല്ലാം നിർവഹണം നടത്താൻ പോവുകയാണ്. സ്ത്രീകളെ സഹായിക്കുന്ന തരത്തിലുള്ള അതുപോലെ നമുക്ക് ക്ഷീര കർഷകരെ സഹായിക്കുന്ന പദ്ധതികളായാലും വയോജനങ്ങളെ സഹായിക്കുന്ന പദ്ധതികളായാലും അംഗൻവാടിയിൽ സഹായിക്കുന്ന പദ്ധതികൾ, അങ്ങനെ നിരവധി പരിപാടികളാണ് ഗ്രാമപഞ്ചായത്ത് വഴി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ബഡ് സ്കൂളുകളെ സഹായിക്കുന്നതുണ്ട്, പകൽ വീടിനെ സഹായിക്കും, അംഗൻവാടി കുട്ടികളുടെ പൂരക പോഷകാഹാരത്തിനുള്ള എല്ലാ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെതായിട്ടുള്ള വിഹിതങ്ങൾ ഞങ്ങൾ നൽകാറുണ്ട്. അങ്ങനെ നന്നായി ബ്ലോക്ക്, ജില്ലാ, ഗ്രാമപഞ്ചായത്തുകൾ ഒരു മനസ്സോടുകൂടി നിന്നുകൊണ്ടാണ് നാളിതുവരെയുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ കൊണ്ടുപോയിട്ടുള്ളത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ 15 പേരുള്ള കമ്മിറ്റി ഒരുമയോടുകൂടി ഇരുന്നുകൊണ്ട് ഏത് മേഖല കൂടുതൽ നൽകണമെങ്കിൽ, അഡീഷണലായി ഫണ്ട് എടുക്കണമെങ്കിൽ യാതൊരു വിവേചനവും ഇല്ലാതെ ആ മേഖലയിൽ അത് ഇന്നാരാണ് എന്റെ പാർട്ടി അങ്ങനെ ഒന്നും ചിന്തിക്കാതെയാണ് ഞങ്ങൾ ആലോചിച്ച് നടപ്പിലാക്കുന്നത്. വളരെ മാതൃകയായിക്കൊണ്ടാണ് ഇപ്പം 6 മാസം കഴിയുമ്പോൾ പുതിയ തെരഞ്ഞെടുപ്പ് വരും, പുതിയ ആളുകളൊക്കെ വരുമ്പോൾ വളരെ ഐക്യത്തോടുകൂടി സ്നേഹത്തോടുകൂടി പ്രാദേശികമായിട്ടുള്ള യാതൊരു വികാരവും കാണിക്കാതെ ഏറ്റവും അർഹതയുള്ള വാർഡുകൾക്ക് അർഹമായ പ്രാതിനിധ്യം നൽകിക്കൊണ്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. നാളിതുവരെയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഈ നാട്ടിലെ എല്ലാ വിഭാഗം ആളുകളുടെയും ആത്മാർത്ഥമായ സഹായവും സഹകരണവും ഒക്കെ ലഭിച്ചിട്ടുണ്ട്. ഒരുപാട് വികസനങ്ങൾ, കോടിക്കണക്കിന് രൂപയുടെ വികസനങ്ങളാണ് ഈ കഴിഞ്ഞ ഞങ്ങളുടെ ഭരണസമിതിക്ക് തുടർ പരിപാടി എന്ന നിലയിൽ ലഭിച്ച് ഞങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ളത്. അതെല്ലാം വരുന്ന ദിവസങ്ങളിൽ എല്ലാ ആളുകളുടെയും കൈകളിൽ എത്തിക്കുന്ന തരത്തിൽ ഓരോ വർഷവും ബ്ലോക്ക് പഞ്ചായത്ത് 8 ഗ്രാമപഞ്ചായത്തുകളിലായി വിവിധ മേഖലകളിൽ നടപ്പിലാക്കിയിട്ടുള്ള ക്ഷേമ വികസന പ്രവർത്തനങ്ങളുടെ വ്യക്തമായ രേഖ എല്ലാവരുടെ കൈകളിൽ എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വികലാംഗരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ഗ്രാമസഭാ ലിസ്റ്റിലുള്ള വൈകല്യമുള്ള ആളുകൾക്ക് ഉപജീവന മാർഗം കണ്ടെത്തുന്നതിന് വേണ്ടി ട്രൈ സ്കൂട്ടർ അടക്കം, ഗ്രന്ഥശാലയ്ക്ക് ഫർണിച്ചർ അടക്കമുള്ള പ്രവർത്തനങ്ങൾ ഏപ്രിൽ മാസം ഒരു 10 കഴിയുമ്പോഴത്തേക്ക് കൊടുക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. കുടുംബശ്രീ ഗ്രൂപ്പുകളിൽ നന്നായി പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകൾക്ക് 2 ലക്ഷം രൂപയുടെ സബ്സിഡി കൊടുക്കുന്ന രീതിയിലുള്ള 27 ഗ്രൂപ്പുകളെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ തരത്തിൽ ഒരുപാട് കാര്യങ്ങളാണ് ബ്ലോക്ക് പഞ്ചായത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. SC ST മേഖലയിലെ കുട്ടികളുടെ സ്കോളർഷിപ്പ്, അതിന് ആവശ്യമായ തുകകൾ നമ്മൾ കൊടുത്ത് DPC അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്യുവാൻ കഴിയുന്ന ആതുര ശുശ്രൂഷ രംഗത്തായാലും വിദ്യാഭ്യാസ രംഗത്തായാലും സാംസ്കാരിക രംഗത്ത്, കുടിവെള്ള രംഗത്ത്, അതുപോലെ തന്നെ പാവപ്പെട്ട ആളുകൾ തിങ്ങിപ്പാർക്കുന്ന കോളനി എന്ന് പറയാൻ കഴിയുന്ന സങ്കേതങ്ങളിൽ, നഗറുകളിലെല്ലാം ഇടപെട്ടുകൊണ്ട് അവർക്ക് ആവശ്യമായ കുടിവെള്ളം കൊടുക്കുന്ന കാര്യത്തിൽ, അത്യാവശ്യ വീടുകളുടെ മെയിൻ്റനൻസ് കൊടുക്കുന്ന കാര്യത്തിലൊക്കെ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകൾ സംയുക്തമായി നിരവധി പ്രോജക്റ്റുകളാണ് നടപ്പിലാക്കിയിട്ടുള്ളത്, നടപ്പിലാക്കാൻ പോകുന്നത്. എന്നെല്ലാം പറയുമ്പോഴും ഒരുപാട് കാര്യങ്ങൾ ഈ നമ്മുടെ പ്രദേശങ്ങളിൽ പരിഹരിക്കുവാനുണ്ട്. പരാതികൾ ഉണ്ടാവും, അതെല്ലാം സ്വാഭാവികമാണ്. അതെല്ലാം ക്രമേണ നമുക്ക് പരിഹരിച്ചു കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പുകൾ ഞങ്ങൾ നടത്താറുണ്ട്. പരാതികൾ ഉണ്ടെങ്കിൽ പരിഹരിക്കാൻ കഴിയാവുന്നതെല്ലാം പരിഹരിക്കുവാനാണ് ഞങ്ങൾ കൂട്ടായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തന്നെയാണ് രാവിലെ എനിക്ക് 10:30 മുമ്പേ പോകേണ്ടതായിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് ഞാൻ തീരുന്നത് ഇരുന്നേനെ. വളരെ നല്ലൊരു സ്ഥലമാണ്. ഈ പ്രദേശത്ത് വർഷങ്ങളായി ഉള്ള ആളുകളുടെ ആഗ്രഹമാണ് ഈ കുടിവെള്ളം. ഏതൊരു മനുഷ്യ സമൂഹത്തിന്റെ ആവശ്യം എന്ന് പറയുന്നത് കുടിവെള്ളം, സ്വന്തമായ ഒരു കൂര, നടക്കാൻ ഒരു വഴി, വെളിച്ചം. ഇത് പ്രധാനമാണ് നമ്മുടെ ജീവിതത്തിൽ, സമൂഹത്തിലുള്ള കുടുംബത്തിന്. അത് ഏറ്റവും പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രവർത്തനം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ആവശ്യമായ എല്ലാ സഹായങ്ങളും നമ്മുടെ വൈസ് പ്രസിഡന്റ് ഹരിക്ക് നൽകിയിട്ടുണ്ട്. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ താൻ പ്രതിനിധാനം ചെയ്യുന്ന ഡിവിഷനുകൾ ഇടപെട്ടുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പൊതുവായ കാഴ്ചപ്പാടിന് ആത്മാർത്ഥമായി പ്രസിഡന്റ് എന്ന നിലയിൽ ആത്മാർത്ഥമായി എന്നോടൊപ്പം സഹകരിച്ചുകൊണ്ട് സമിതി ഒന്നാകെ നിന്നുകൊണ്ട് ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾക്കാകെ എല്ലാ തരത്തിലുള്ള
പ്രചോദനം നൽകുന്ന ഞങ്ങളുടെ പ്രസ്ഥാനങ്ങൾ ഇതിന്റെ നേതാവായിട്ടുള്ള സന്തോഷ് റിപ്പോർട്ട് ബാക്കിയുള്ളവർ എത്തിച്ചേരും. ഇവരുടെ എല്ലാം നല്ല ഇടപെടലാണ് ഇത്തരം കാര്യങ്ങളിൽ ചെയ്യണമെന്നുള്ള ആത്മാർത്ഥമായ നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് തരാറുണ്ട്. കുടിവെള്ളം കൊടുക്കുന്ന കാര്യത്തിൽ, വഴിയുണ്ടാക്കുന്ന കാര്യത്തിലൊക്കെ ഇവരുടെ എല്ലാ വിലയേറിയ നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കാറുണ്ട്. ആ തരത്തിൽ യാതൊരു രാഷ്ട്രീയ വിവേചനവും ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അവരുടെ എല്ലാവരുടെയും നല്ല ആത്മാർത്ഥമായ പ്രവർത്തനം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ വാർഡ് മെമ്പർ വിളിക്കുകയാണ്, വളരെ നന്നായിട്ടാണ് ഇടപെട്ടുകൊണ്ട് ഒരു വാർഡിലെ ഒരു ഗ്രാമസഭയിൽ ഇടപെട്ടുകൊണ്ട് ആ ഗ്രാമസഭയിൽ വന്ന നിർദ്ദേശങ്ങളെ പദ്ധതികളാക്കുന്ന കാര്യത്തിൽ പഞ്ചായത്തിനോടൊപ്പം നിന്നുകൊണ്ട് താൻ പ്രതിദാനം ചെയ്യുന്ന തന്നെ വിജയിപ്പിച്ച ഡിവിഷനിൽ എന്തെങ്കിലും കാര്യങ്ങൾ ആത്മാർത്ഥമായി ചെയ്യണമെന്ന് ആത്മാർത്ഥമായി ഇടപെട്ടുകൊണ്ട് പോകുന്ന പ്രിയപ്പെട്ട വാർഡ് മെമ്പറെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഇവിടെ ഈ നടക്കുന്ന ഈ ചടങ്ങിൽ വളരെ സന്തോഷം, നല്ല നിറഞ്ഞ ചിരിയോടുകൂടി ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വർഷങ്ങളെ ആഗ്രഹിക്കുന്ന അത് സഫലമാകുന്നതിന്റെ സന്തോഷം വളരെ വലുതാണ്. ഞങ്ങൾ 2 ദിവസം മുമ്പ് തന്നെ ഒരു 4-5 പരിപാടി ഉദ്ഘാടനം ചെയ്തപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ എന്റെ ഹൃദയത്തിൽ കട്ടിയത് അവിടെ നടത്തിയ കുടിവെള്ള പദ്ധതിയാണ്. അവിടെ 100 കുടുംബങ്ങൾക്കാണ് കൊടുക്കാൻ കഴിഞ്ഞ രാവിലെ എന്ന് പറയുന്ന ബ്ലോക്ക് മെമ്പറാണ്. അതൊരു വലിയ സന്തോഷമായിരുന്നു അവിടെ നടന്ന പരിപാടി. അതുപോലെ കുടിവെള്ള പദ്ധതിയുടെ പ്രവർത്തനങ്ങളിൽ അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്ത ആഗ്രഹിച്ച ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും മാധ്യമ സുഹൃത്തുക്കളെയും അതുപോലെ തന്നെ പുരോഗമന ചിന്താഗതിക്കാരായിട്ടുള്ള ഈ നാട്ടിലെ സാംസ്കാരിക പ്രവർത്തകരായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും, കുടുംബശ്രീയുടെയും ADS-ന്റെയും NREGയുടെയും പ്രിയപ്പെട്ടവർ, ആശാവർക്കർമാർ, ഹരിതകർമ്മസേനയുടെ അംഗങ്ങൾ, മാധ്യമ സുഹൃത്തുക്കൾ, വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ്, ശ്രീ സന്തോഷ്, വാർഡ് മെമ്പർ തുടങ്ങിയ എല്ലാവരെയും ഓരോരുത്തരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അംഗീകാരത്തോടും അനുവാദത്തോടും കൂടി ഇടുക്കുപാറ കുടിവെള്ള പദ്ധതി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ നടത്തുന്നു. അഭിവാദനങ്ങൾ. പൈപ്പങ്ങ് താഴെയാണ്, പുറത്ത് എല്ലാ വീട്ടിലും വെള്ളം വരും. വൈസ് പ്രസിഡന്റ് പറയും കേട്ടോ. നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആദരണീയായ പ്രസിഡന്റ് ശ്രീമതി ലതിക വിദ്യാധരൻ, വേദിയിലുള്ള ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി മിനി സുനിൽ, പ്രിയങ്കരിയായ വാർഡ് മെമ്പർ റീറ്റ ഷെഫി, പ്രിയപ്പെട്ട CPM-ന്റെ ഏരിയ കമ്മിറ്റി അംഗവും ഈ വാർഡിന്റെ മുൻ മെമ്പർ, ഗ്രാമപഞ്ചായത്തിന്റെ മുൻ വൈസ് പ്രസിഡന്റുമായ ശ്രീ D സന്തോഷ്, വേദിയിലും സദസ്സിലുമായുള്ള ബഹുമാന്യരെ പ്രിയമുള്ളവർ, ഈ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങളെല്ലാം തന്നെ പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചു. ഈ പ്രദേശത്തെ ഏറ്റവും വലിയ ഒരു ആവശ്യമായിരുന്നു കുടിവെള്ളവുമായി ബന്ധപ്പെടുത്തിയ ആവശ്യം. ഇവിടെ മത്സരിക്കാൻ വന്ന സമയത്ത് തന്നെ ആ ആവശ്യം പലരും നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്നതാണ്. അതിനുശേഷം ബ്ലോക്കിന്റെ പ്രോജക്റ്റ് എടുക്കുന്ന സമയത്ത് നിർബന്ധപൂർവം ഇവിടെ ഒരു കുടിവെള്ള പദ്ധതി ഉണ്ടാകണം എന്നുള്ള നിലയിൽ മെമ്പർ മാത്രമല്ല, CPM-ന്റെ ലീഡർഷിപ്പ് എന്ന നിലയിൽ അന്നത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കൂടിയായ സന്തോഷ് വളരെ താല്പര്യപൂർവ്വവും വളരെ നിർബന്ധപൂർവ്വവും ആ പദ്ധതി ഉണ്ടാകണം എന്ന നിർദ്ദേശം നമുക്ക് നൽകുകയാണ് ഉണ്ടായത്. നമുക്ക് ഉണ്ടായിരുന്ന വലിയ ആശങ്ക ഈ കുടിവെള്ളത്തിന്റെ ലഭ്യതയുമായി ബന്ധപ്പെടുത്തിയാണ്. നമുക്ക് ഇപ്പം നിലവിൽ എല്ലായിടത്തും നേരിടുന്ന ഒരു പ്രശ്നം കുടിവെള്ളത്തിന്റെ ലഭ്യതയാണ്. നിലവിലുള്ള കുടിവെള്ള പദ്ധതികളെല്ലാം നമ്മൾ ആശ്രയിക്കുന്നത് ഇത്തിക്കരയാറിനെയാണ്. ചടങ്ങുകളത്തെ എല്ലാ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആശ്രയിക്കുന്നത്. നമുക്കറിയാം, ഇത്തിക്കരയാറിന്റെ വേനൽക്കാലം ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്ഥിതി, അത് വറ്റി വരണ്ട് കുടിവെള്ളം ലഭ്യമാവാത്ത നിലയിലേക്ക് ആ കാര്യങ്ങൾ പോകും. കുടിവെള്ളം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നെങ്കിൽ ആ വെള്ളം കുടിക്കാൻ കൊള്ളാത്ത വെള്ളമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നു. അപ്പോൾ പുതിയ മാർഗങ്ങൾ കുടിവെള്ളവുമായി ബന്ധപ്പെടുത്തി നമ്മൾ ആശ്രയിച്ചാൽ മാത്രമേ ഭാവിയിലേക്ക് നമ്മുടെ കുടിവെള്ള ലഭ്യത സാധ്യമാകൂ എന്നതുകൊണ്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഇത്തരം ഭൂഗർഭ ജലവുമായി ബന്ധപ്പെടുത്തിയ പദ്ധതികൾ ആലോചിക്കുന്നത്. ഇവിടെ ഇതിന്റെ പ്രോജക്റ്റ് വെച്ച ശേഷം എല്ലാ ദിവസവും റീറ്റ വിളിക്കുന്നത്
ഇവിടെ വേനൽക്കാലമായി വെള്ളം കിട്ടാതെ വരുമ്പോൾ ആദ്യം സ്വാഭാവികമായി നമ്മുടെ പ്രശ്നം അതാണല്ലോ, 2 ദിവസം വെള്ളം വന്നില്ലെങ്കിൽ ആദ്യം വിളിക്കുന്ന പഞ്ചായത്ത് മുമ്പ്. അത് കഴിഞ്ഞേ ബ്ലോക്ക് മെമ്പറിൽ വിളി വരും. അപ്പോൾ അഥവാ നമ്മളെ വിളിച്ചാൽ നമ്മൾ പറയും അത് മെമ്പർ ഏർപ്പെട്ട് ചെയ്തിട്ടുണ്ട്, മെമ്പർ എടുത്ത് പറഞ്ഞാൽ മതി, എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് ഒഴിവാക്കുകയും ചെയ്യും. അപ്പോൾ എന്തായാലും അത് വരുമ്പോഴെല്ലാം റീജൻ വിളിച്ചാണ് ഇത് എന്നാ നമുക്കിത് തുടങ്ങാൻ കഴിയുന്നത്, എന്നാണ് ഇതിന്റെ സ്ഥിതി എന്നുള്ള നിലയിൽ വലിയ സമ്മർദ്ദം അതുമായി ബന്ധപ്പെടുത്തി ഉണ്ടാകാറുണ്ട്. ഗ്രൗണ്ട് വാട്ടറുമായി ബന്ധപ്പെടുത്തിയ ഒരു പ്രശ്നമുണ്ട്. ലക്ഷക്കണക്കിന് രൂപയാണ് വിവിധ പദ്ധതികൾക്ക് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് തന്നെ ഗ്രൗണ്ട് വാട്ടർ കണക്ഷൻ. പഞ്ചായത്ത് പ്രസിഡന്റ് അത് പറയുമ്പോൾ പ്രസിഡന്റ് പറയും പഞ്ചായത്തിന്റെ പ്രൊജക്റ്റുകളുണ്ട്. ഏറ്റവും താമസം വരുന്ന ഡിപ്പാർട്ട്മെന്റാണ് ഗ്രൗണ്ട് വാട്ടർ. വലിയ സമ്മർദ്ദം ഉണ്ടായാൽ മാത്രമേ ആ ഫയലൊന്ന് അനങ്ങി ഇത് AS ഇതിന്റെ പ്രവൃത്തിയിലേക്ക് പോകാൻ കഴിയും. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിൽ മറ്റേ ആഴ്ചയ്ക്ക് ഗ്രൗണ്ട് വാട്ടറിന്റെ ഓഫീസിൽ ചെന്ന് കുത്തിയിരുന്നാണ് ഓരോന്നും റെഡിയാക്കി പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് ഇത് AS ആവുന്നത്. AS ആയ ശേഷം ഇതിന് കിണറിന് സ്ഥലം നോക്കാൻ വേണ്ടി നല്ല ഉദ്യോഗസ്ഥരുണ്ട്. എനിക്ക് തോന്നുന്നത് ഏകദേശം റീജിയന്റെ വീട്ടിന്റെ അവിടെ നിന്ന് തുടങ്ങിയ അന്വേഷണം അവസാനം ചെന്നെത്തിയത് പ്രഭാവമുക്കിലാണ്. അതെന്തായാലും ഒരു ഗുണമായി. കാരണം അവിടെ മുതൽ ഇങ്ങോട്ടുള്ള എല്ലാവർക്കും നമ്മുടെ മുഴുവൻ നമുക്ക് കഴിയുന്ന സാഹചര്യം ഉണ്ടായി. അതിനുശേഷം അവിടെ കിണർ കുഴിച്ചു. ഇതിനോടൊപ്പം ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അത് ഞാൻ താമസിക്കുന്ന പ്രദേശത്താണ്. നിങ്ങളെക്കാൾ രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന പ്രദേശത്താണ് ഞാൻ താമസിക്കുന്നത്. അവിടെയും ഇവിടെയും ഒന്നിച്ചാണ് കുഴൽക്കിണർ അടിച്ചത്. എന്നാൽ ഇവിടെ നമുക്ക് ഒരു 300-350 അടി എത്തിയപ്പോൾ തന്നെ നന്നായി വെള്ളം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ അവിടെ 600 അടി അടിച്ചിട്ട് വെള്ളം കിട്ടിയില്ല. കുഴൽക്കിണർ അതുപോലെ സ്മാരകമായി അവിടെ നിർത്തിയിട്ടുണ്ട്. ആ പദ്ധതി അവിടെ നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ നമുക്ക് ആവശ്യത്തിലധികം വെള്ളം ഇവിടെ നമുക്ക് ലഭ്യമായതിന്റെ അടിസ്ഥാനത്തിൽ 40 കുടുംബങ്ങൾക്ക് ഈ പദ്ധതിയുടെ പ്രയോജനം എത്തപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. ഭാവിയിൽ കൂടുതൽ സ്ഥലത്തേക്ക് നമുക്കത് വ്യാപിപ്പിക്കാനുള്ള സാധ്യതയും ഈ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയുണ്ട്. ഈ കുടിവെള്ള പദ്ധതിക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. നമുക്കറിയാം, നമ്മളെ പൈപ്പിൽ വെള്ളം കിട്ടുന്നത് എപ്പോഴാണെന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. ചൊവ്വാഴ്ച വെള്ളം വന്നാൽ പിന്നെ ബുധനാഴ്ച വരുമോ എന്നറിയാൻ കഴിയില്ല. നമ്മൾ പിന്നെ പ്രതീക്ഷിക്കപ്പെടുന്നത് വെള്ളിയാഴ്ച ആയിരിക്കും എന്നാണ്. പക്ഷെ ചിലപ്പോൾ വ്യാഴാഴ്ച ബുധനാഴ്ച വെള്ളം വരും, നമ്മൾ വീട്ടിൽ കാണില്ല. അത് അവരുടെ സൗകര്യത്തിനാണ് ആ കുടിവെള്ളം പൈപ്പിൽ വരുന്നത്. എന്നാൽ നമ്മുടെ വീട്ടിലുള്ള കിണറ്റിൽ നിന്ന് നമ്മൾ പമ്പ് ചെയ്ത് വെള്ളം നമ്മൾ ശേഖരിക്കുന്നത് നമ്മുടെ ഒരു സമയത്തിലാണ്, അല്ലയോ? അതുപോലെയാണ് നമ്മളിപ്പോൾ രാവിലെ മോട്ടറടിച്ച് വെള്ളം ശേഖരിക്കാൻ തീരുമാനിക്കുന്നു. നമുക്ക് മറ്റ് ആവശ്യങ്ങൾക്ക് പോകണമെങ്കിൽ അപ്പോഴും അതാണ് ചെയ്യുന്നത്. അതുപോലെ നിങ്ങളുടെ വീട്ടിലുള്ള കുടിവെള്ള ശേഖരണം പോലെ നിങ്ങൾ 40 പേർക്ക് കൂടിയുള്ള ഒരു കുടിവെള്ള പദ്ധതിയാണിത്. ഇതിന്റെ ഉടമസ്ഥാവകാശം സമ്പൂർണ്ണമായും നിങ്ങൾക്കാണ്. ഇതിന്റെ വെള്ളം പമ്പ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. ഇത് എപ്പോഴാണ് വെള്ളം തുറന്നു വിടേണ്ടത് നിശ്ചയിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. ഒരു ദിവസം എത്ര പ്രാവശ്യം പമ്പ് ചെയ്യണം എന്ന് നിശ്ചയിക്കപ്പെടാനുള്ള ഉത്തരവാദിത്വവും നിങ്ങൾക്കാണ്. ഇതിന്റെ പൂർണ്ണമായ ഉടമസ്ഥാവകാശം ഈ ഗുണഭോക്താക്കളായുള്ള ആളുകൾക്കാണ്. ഇത് പണിഞ്ഞ് 12 ലക്ഷം രൂപ മുടക്കി പണിഞ്ഞ് നിങ്ങളെ ഏൽപ്പിച്ച് ഇതിന്റെ പരിപാലനം, തുടർന്ന് നമ്മുടെ വീട്ടിലെ മോട്ടോർ കേടായാൽ പിറ്റേ ദിവസം അല്ലെങ്കിൽ അന്ന് തന്നെ നമ്മൾ ഇലക്ട്രീഷ്യനെ വിളിച്ച് ആ മോട്ടോർ ശരിയാക്കും. അതുപോലെ പൈപ്പ് പൊട്ടിയാൽ അപ്പോൾ തന്നെ ആളുകളെ വിളിച്ച് അത് ശരിയാക്കും. അതുപോലെ നമ്മുടെ വീട്ടിലെ കുടിവെള്ള പദ്ധതി അല്ലെങ്കിൽ കുടിവെള്ള ഉപകരണങ്ങൾ എങ്ങനെ നിങ്ങൾ പരിപാലിക്കുന്നുവോ അതുപോലെ പരിപാലിച്ച് ഇത് മുന്നോട്ട് കൊണ്ടുപോവുകയും ഇത് ദീർഘനാൾ നമുക്ക് നമ്മുടെ ആവശ്യമായി ഉപയോഗിക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് ഇത് പോകാം. ഇപ്പോൾ വേനൽക്കാലമാണ്. കൂടിയ വേനലിന് ശേഷം ഇടയ്ക്ക് വേനൽ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മഴ പെയ്യുമ്പോൾ നമ്മുടെ സ്വഭാവത്തിലൊരു മാറ്റം വരും. കാരണം അതുവരെ ഉണ്ടായിരുന്ന വെള്ളത്തിനുണ്ടായിരുന്ന ക്ഷാമമല്ല നമ്മൾ മറക്കും. പിന്നെ വെള്ളം വേണ്ട എന്നൊരു തലയിലേക്ക് പോകും. പിന്നീട് ഉണക്കെത്തുമ്പോഴാണ് വീണ്ടും വെള്ളത്തിന്റെ ഒരു ദാരിദ്ര്യം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ വെള്ളത്തെ പറ്റി ചിന്തിക്കുന്നത്. അപ്പോൾ ഇത് ഉപയോഗിക്കാനും മറ്റു കാര്യത്തിന് ചെന്ന് നോക്കിയാൽ ചിലപ്പോൾ അത് ഉണ്ടായി തരത്തില്ല. അതുകൊണ്ട് ഇതെല്ലാ കാലവും നന്നായി പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഇടപെടലുണ്ടാകണം. അത് മാത്രമല്ല, ഈ കുടിവെള്ളവുമായി ബന്ധപ്പെടുത്തി നമ്മളിത് സ്ഥാപിച്ചു വരുമ്പോൾ നമ്മുടെ ഈ പൈസക്കകത്ത് നിന്ന് കഴിയാത്ത ചില പ്രവർത്തനങ്ങൾ കൂടി ഉണ്ടായി. ഒന്ന്, നമ്മൾ ആ പാറയിലേക്ക് ടാങ്കിലേക്കുള്ള പൈപ്പിട്ടിരിക്കുന്നത് PVC ആണ്. അത് കുറച്ച് കഴിയുമ്പോൾ പൊട്ടിപ്പോകാനുള്ള സാധ്യത.
അതുകൊണ്ട് അത് GI പൈപ്പ് ആക്കണം എന്ന് നിശ്ചയിച്ചു. നമ്മുടെ എസ്റ്റിമേറ്റ് തുകയ്ക്കകത്ത് നിൽക്കാത്തതുകൊണ്ട് അധികമായ പൈസ ബ്ലോക്ക് പഞ്ചായത്ത് വീണ്ടും അടച്ചിട്ടുണ്ട്. അത് GI പൈപ്പാക്കി മാറ്റുന്നതിനും എവിടൊക്കെ പാറയുടെ മുകളിൽ കൂടി PVC പൈപ്പ് പോകുന്നുണ്ടോ അവിടെ എല്ലാം GI പൈപ്പാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള പണം കൂടി നമ്മൾ അടച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞൊരു പ്രശ്നം ഗ്രൗണ്ട് വാട്ടറുമായി ബന്ധപ്പെടുത്തിയുണ്ട്. അതിനുള്ള നിരന്തരമായ ഇടപെടി നമ്മളതുമായി ബന്ധപ്പെടുത്തി ഞാനടക്കം, റീജ അടക്കം, പ്രസിഡന്റ് അടക്കം, ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് അടക്കം ഉള്ളവരെല്ലാം അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൂടി പൂർത്തിയാകുമ്പോഴാണ് നമ്മുടെ ഈ കുടിവെള്ള പദ്ധതി സമ്പൂർണ്ണമാകുന്നത്. ഇതിന്റെ പണം അനുവദിക്കുന്ന സമയത്ത് തന്നെ 12 ലക്ഷം രൂപ കൊണ്ട് മതിയാകുമോ എന്ന് റീജൻ ചോദിച്ചു. റീജൻ ഒരു ഘട്ടം കഴിഞ്ഞ് പറഞ്ഞു, അണ്ണാ ഈ പൈസ കൊണ്ട് തികയാതെ വന്നാലോ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു എത്ര പൈസ അധികമായാലും ആ പൈസ തരാൻ ബ്ലോക്ക് പഞ്ചായത്ത് തയ്യാറാണ്. അതിനുള്ള സംവിധാനം നമ്മൾ ഒരുക്കി തരും. ആ പദ്ധതി നന്നായി ഏറ്റവും കൂടുതൽ ആളുകൾക്ക് കൊടുക്കത്തക്ക നിലയിലേക്ക് നടത്തുവാൻ നമുക്ക് കഴിയണം. ആ നിലയിലാണ് ഈ പദ്ധതി രൂപീകരിക്കുകയും ഇപ്പോൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയും ചെയ്യുന്നത്. എല്ലാവർക്കും വെള്ളം കിട്ടുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നിങ്ങളെ ഈ കുടിവെള്ളവുമായി ബന്ധപ്പെടുത്തിയുള്ള വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞാനും ഉണ്ട്. എല്ലാ ദിവസവും രാവിലെ നേരത്തെ ഓരോരുത്തർക്കുള്ള മെസ്സേജാണ് എപ്പോഴാണ് വെള്ളം തുറക്കുന്നത്, 6 മണിക്ക് മുമ്പ് തുറക്കണം, ഇന്ന ഭാഗത്തോട് തുറക്കുന്നുണ്ടോ എന്നുള്ള അത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അപ്പോൾ ആ കുടിവെള്ളം നമുക്ക് ലഭ്യമാകുന്നത് ഈ ശൈലയാണെങ്കിൽ കുടിവെള്ളം നടക്കാൻ സമ്മതിക്കത്തില്ല. നടക്കുമ്പോഴെല്ലാം ചോദിക്കുക എന്നാ ഉദ്ഘാടനം ചെയ്യുന്നത്, ഇതെന്നാ തുടങ്ങുന്നത്. ഈ നിലയിലാണ് ഇവിടെ ഉണ്ടായിരുന്നവർക്ക് അത് രൂക്ഷത കുറച്ച് നമുക്ക് കൂടി മനസ്സിലാവുന്നത്. നമ്മളെല്ലാം ഇത് അനുഭവിക്കുന്നവരായിരുന്നു. മറ്റൊന്ന് ഇവിടുത്തെ റോഡുമായി ബന്ധപ്പെടുത്തിയ കാര്യം സൂചിപ്പിച്ചു. അത് നിരന്തരമായ ആവശ്യം ഇവിടുത്തെ വാർഡ് മെമ്പറും ഇവിടുന്ന് സന്തോഷം അടക്കമുള്ള ആളുകൾ നിരന്തരമായി ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ആ റോഡിന് പണം വയ്ക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം പണം വെച്ച് വരുമ്പം കുറച്ച് സ്ഥലം അത് നമുക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗപ്പെടുത്തി ചെയ്യാനുണ്ട് എന്നുള്ളത് കൊണ്ട് അവിടെ ഒഴിച്ചാണ് നമ്മൾ എസ്റ്റിമേറ്റ് എടുക്കുന്നത്. അതാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം ആ ഭാഗം ചെയ്തു തീർത്തു എന്ന് എനിക്ക് തോന്നുന്നു. അതിനുശേഷം ഒരു 15 മീറ്റർ കൂടിയാണ് ബാക്കി വന്നിട്ടുള്ളത്. അതിന് വേണ്ടുന്ന പണം വകയിരുത്തി എസ്റ്റിമേറ്റ് തയ്യാറാക്കി ആ പണം വകയിരുത്തി അത് ടെൻഡറായി. ടെൻഡർ എനിക്ക് തോന്നുന്നു കുറുബുസാറാണ് ടെൻഡർ പിടിച്ചിട്ടുള്ളത്. ആ ടെൻഡർ എക്സസ് ടെൻഡർ ആയിരുന്നു വെച്ചിരുന്നത്. അത് ജില്ലാ പഞ്ചായത്ത് അംഗീകരിച്ചു വന്നു. കുറുബുസാറ് പിടിച്ചു. അത് എഗ്രിമെന്റ് വെച്ചിട്ടുണ്ട്. വളരെ വേഗത്തിൽ ആ പണി പൂർത്തിയാക്കിയാൽ ആ റോഡ് സമ്പൂർണ്ണമായി പൂർത്തീകരിക്കാൻ കഴിയും. പിന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെതായി നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. പ്രസിഡന്റ് തന്നെ സൂചിപ്പിച്ചു. ഇവിടെ പാവൂര് നമുക്ക് ഒരു ഹൈമാസ് ലൈറ്റ് സോളാറിന്റെ അത് യഥാർത്ഥത്തിൽ ആ ഹൈമാസ് ലൈറ്റ് പട്ടികജാതി കോളനികൾ അനുവദിക്കുന്ന ഹൈമാസ് ലൈറ്റ് ആണ്. ആ ലൈറ്റ് നമ്മൾ റോഡിൽ സ്ഥാപിക്കണമെന്ന് നിശ്ചയിക്കപ്പെടുമ്പം ആ റോഡിന്റെ ഓരത്തെവിടെയോ ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ഒരാൾ താമസമുള്ളതുകൊണ്ട് അത് കാണിച്ചാണ് ആ ലൈറ്റ് റോഡിൽ വെച്ചത്. അല്ലെങ്കിൽ അത് കോളനിക്കകത്ത് വയ്ക്കേണ്ട ലൈറ്റാണ്. നമ്മൾ കുറച്ച് സാധാരണ മനുഷ്യന് കൂടി ഉപയോഗപ്രദമാവുന്ന തരത്തിലേക്ക് അത് വേണം എന്ന നിശ്ചയിക്കുന്ന അടിസ്ഥാനത്തിലാണ് ഞാൻ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ ത്രിതല പഞ്ചായത്ത് സംവിധാനമായി ഗ്രാമപഞ്ചായത്തായാലും ബ്ലോക്ക് പഞ്ചായത്തായാലും ജില്ലാ പഞ്ചായത്തായാലും നടത്തി മുന്നോട്ട് പോകുന്ന വാർഡാണ് ഈ വാർഡ്. എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു കണക്ക് റീജ ഇവിടെ പറഞ്ഞാൽ അത് കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ള വാർഡാണ് ഈ അക്കോണം വാർഡ്. ബന്ധമില്ലാത്ത വിധത്തിലേക്ക് 1.5 കോടി രൂപയിലധികം വികസന പ്രവർത്തനങ്ങൾ ഈ വാർഡിൽ മാത്രം നടന്നിട്ടുള്ള വാർഡാണ്. അങ്ങനെയാണ് തെലങ്കാന ജില്ലാ പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും വികസനത്തിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത്. സാധാരണ മനുഷ്യന് ആവശ്യമുള്ള വികസന പ്രവർത്തനങ്ങൾ, അവന്റെ റോഡായാലും കുടിവെള്ളമായാലും മറ്റാവശ്യങ്ങളായാലും പെൻഷനായാലും അത്തരം കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് നിർബന്ധപൂർവ്വം തീരുമാനിച്ചത് കൊണ്ടാണ് ഗ്രാമപഞ്ചായത്തിൻ്റെതായ ആവശ്യങ്ങൾ പലതും മാറ്റിവെക്കപ്പെടേണ്ടി വന്നത്. നിങ്ങൾ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഗ്രാമപഞ്ചായത്തിന്റെ ഓഫീസ് കെട്ടിടം. ഗ്രാമപഞ്ചായത്തിന്റെ ഓഫീസ് കെട്ടിടവുമായി ബന്ധപ്പെടുത്തി ആ ഓഫീസ് കെട്ടിടം കെട്ടണമെങ്കിൽ ഈ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളും അധികാരത്തിലേക്ക് വന്ന സമയം തന്നെ ഈ നാടിന്റെ വികസനവുമായി ബന്ധപ്പെടുത്തി മാറ്റിവെക്കപ്പെടേണ്ട പണം എടുത്ത് പൂർണ്ണമായും വിനിയോഗപ്പെടുത്തി 2 or 3 നിലയ്ക്ക് ആ ഗ്രാമപഞ്ചായത്തിന്റെ ഓഫീസ് കെട്ടിടം കെട്ടുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. വലിയ ആഘോഷത്തോടെ ഉദ്ഘാടനം നടത്താം, പ്രസിഡന്റിന്റെ മുൻപിരിക്കാം, അധ്യക്ഷയായിരുന്നു വർത്തമാനം പറയാം, ഞങ്ങൾക്ക് പ്രസിഡന്റ് വലിയ 3 നില ഓഫീസ് ഈ ഗ്രാമപഞ്ചായത്തിന് ഉണ്ടായിരിക്കുന്നു എന്നുള്ള വലിയ പ്രസ്താവനയെല്ലാം നടത്താം. എന്നാൽ അത് വേണ്ട എന്ന് തീരുമാനിച്ചത് ഈ നാട്ടിലെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ സാധാരണ മനുഷ്യന്റെ ആവശ്യങ്ങൾ മുഴുവൻ നിറവേറ്റിയില്ലെങ്കിലും
ഒരു 3/4% നിറവേറ്റാൻ കഴിഞ്ഞ ശേഷം മതി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ കെട്ടിടമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനമെടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ആ കെട്ടിടത്തിന്റെ നിർമ്മാണം ഇത്രയേറെ വൈകുന്നത്. ഇപ്പോൾ നമ്മൾ പല വർഷത്തെ പ്രോജക്റ്റായിട്ടാണ് വെച്ചിരിക്കുന്നത്. 1 കോടി രൂപ അതിന്റെ ASI TSI എനിക്ക് തോന്നുന്ന ഉടൻ തന്നെ കണ്ടിട്ട് അതിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കും. അതിപ്പോൾ ആ പണം കണ്ടെത്തിയത് അത്യാവശ്യമല്ലാത്ത ചില കാര്യങ്ങൾ, നമ്മൾ പൂർത്തീകരിക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് പണം വകയിരുത്തി മാറ്റിക്കൊണ്ടാണ് നടത്തിയത്. അത് നടത്തുമ്പോൾ സാധാരണ മനുഷ്യന്റെ പെൻഷനും റോഡും അവന്റെ ആവശ്യങ്ങൾ ഒന്നും മുടങ്ങരുത് എന്ന് ഗ്രാമപഞ്ചായത്തിന് നിർബന്ധമുള്ളത് കൊണ്ടാണ് ആ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന്റെ പണി വൈകുവാനുണ്ടായ കാരണം. അത് ഞങ്ങളുടെ മുന്നിൽ ഓഫീസിൽ ഏറ്റവും പ്രൗഢിയോടുകൂടി ഇരിക്കുന്നതല്ല പ്രാധാന്യം ഉണ്ടായിരുന്നത്. അത് ഞങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്ന പ്രാധാന്യം സാധാരണ മനുഷ്യന്റെ ആവശ്യങ്ങളായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അത് വൈകുവാൻ കാരണം. ഞാൻ ദീർഘമായി പറഞ്ഞുകൊണ്ട് പ്രസിഡന്റ് അടക്കമുള്ളവർ സൂചിപ്പിക്കും. എന്തായാലും വലിയ വികസന പ്രവർത്തനങ്ങൾ ഈ ഗ്രാമപഞ്ചായത്ത് മേഖലയിൽ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ 4.5 വർഷം പൂർത്തിയാക്കുന്നത്. അഭിമാനപൂർവ്വം ഇവിടെ ഇരിക്കുന്ന ഓരോ മെമ്പർമാർക്ക് അതിനകത്ത് രാഷ്ട്രീയ വിവേചനമോ അല്ലെങ്കിൽ അപ്പുറത്തെ മെമ്പർ UDF ആയി പോയതുകൊണ്ട് അവിടെ ഫണ്ട് കൊടുക്കണ്ടെന്നോ ഇപ്പുറത്തെ മെമ്പർ BJP ആയി പോയതുകൊണ്ട് ഫണ്ട് കൊടുക്കണ്ടെന്നോ എന്നുള്ള നിലയിലല്ല. അവിടെ എല്ലാം താമസിക്കുന്ന ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളാണെന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നത്. ഇപ്പൊ പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചിട്ട് പോയ കണ്ണങ്കോട് ആണ് കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെടുത്തി 7 ലക്ഷം രൂപ അവിടുത്തെ ലക്ഷം വീട് കോളനിയിലാണ് ആ പണം അനുവദിച്ചിട്ടുള്ളത്. അതിന്റെ ASI അവിടുത്തെ വാർഡ് മെമ്പർ UDFന്റെ മെമ്പറാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ വിഭജനം എടുക്കുന്നുണ്ടെങ്കിൽ വാസ്തവത്തിൽ ആ പണം അവിടെ കൊടുക്കേണ്ട കാര്യമില്ല. അവിടെ ഗാന്ധി ബോർഡിന്റെ ഒരു സെന്റർ ഉണ്ട്. ഇവിടെ നിന്ന് നടക്കാം തൊഴിലിന് പോകുന്നവരുണ്ടായി കഴിയും. കഴിഞ്ഞ വർഷം ബ്ലോക്ക് പഞ്ചായത്തിന്റെ 4 ലക്ഷം രൂപ കൊടുത്താണ് അവിടെ ചക്ക വാങ്ങിക്കൊടുക്കാൻ നിശ്ചയിച്ചത്. UDF മെമ്പറുള്ള വാർഡാണ്. ജില്ലാ പഞ്ചായത്തിന്റെ പണം ആ വാർഡിൽ ആദ്യം അനുവദിക്കപ്പെട്ടു. റോഡിന് വേണ്ടി 20 ലക്ഷം രൂപയാണ് അനുവദിക്കപ്പെട്ടത്. ഇപ്പം ബഹുമാനപ്പെട്ട മന്ത്രി ചിഞ്ചുറാണിയുടെ 20 ലക്ഷം രൂപ അവിടെ റോഡിന് വേണ്ടി അനുവദിക്കപ്പെട്ടു. അത് രാഷ്ട്രീയ വിവേചനം വികസനത്തിന്റെ കാര്യത്തിൽ ഈ ഗ്രാമപഞ്ചായത്തും ഇവിടെ ഇരിക്കുന്ന ഭരണസമിതി സ്വീകരിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ നിലപാടെടുത്ത് പോകുന്നത്. അത് വികസനത്തിന്റെ കാര്യത്തിൽ ഒരു വാർഡിലും പ്രത്യേകമായി വിവേചനം ഉണ്ടാകുകയോ ആ തരത്തിൽ ഒരു പരാതിക്ക് ചടയമംഗലത്ത് ഇടവരുത്താതെയും മുന്നോട്ട് പോകുന്നത് ജാഗ്രതാപൂർണമായ ഇടപെടൽ ഏകീകൃത സ്വഭാവത്തിൽ വികസനം എല്ലായിടത്തും എത്തണമെന്നുള്ള കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ്. അതാണ് എല്ലാ കാര്യത്തിലും ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ചെയ്തുകൊണ്ട് പോകുന്നത്. ഈ വാർഡിനെ സംബന്ധിച്ച് ഞാനിവിടെ സൂചിപ്പിച്ചു, അത് പ്രസിഡന്റ് കൂടി പറയും. ഇവിടെ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ സാധ്യമായ ഒരു കാലം കൂടിയാണ്. അതിന് പ്രത്യേകമായി റീജിയനെടുത്ത് നിങ്ങൾ നന്ദി പറയണം. കാരണം നിരന്തരമായ ഇടപെടൽ റീജിയന്റെ ഭാഗത്തു നിന്ന് ആ കാര്യത്തിൽ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് ഈ കുടിവെള്ള പദ്ധതി ഒരുപാട് കാലം ഈ നാടിന്റെ ഒരു പൊതുസമ്പത്തായി നിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും കുടിവെള്ളത്തിലുള്ള ക്ഷാമം ഈ പാറയ്ക്ക് തൊട്ട് താഴോട്ടുള്ളവർക്കെല്ലാം മാറട്ടെ എന്ന് ആശംസിക്കുന്നു. മേളിലോട്ടുള്ള വിഷയം ഇനിയും നിൽക്കുകയാണ്. അത് നമുക്ക് പരിഹരിക്കാൻ ഇപ്രാവശ്യത്തെ പ്രോജക്റ്റിൽ നമുക്ക് ഇതുപോലെ നല്ലൊരു പദ്ധതി ഈ പ്രദേശത്ത് കൂടി വയ്ക്കുവാനുള്ള സംവിധാനം നമുക്ക് ഇപ്രാവശ്യം ഉണ്ടാക്കാം. അതിനുള്ള ഇടപെടൽ കൂടി നടത്താം. അതാണ് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്. ഇനി 6 മാസക്കാലമേ ഞങ്ങളുടെ ഭരണസമിതിക്കുള്ളൂ. എന്നാലും പണം വകയിരുത്താനുള്ള ഇടപെടൽ നമുക്ക് നടത്താം. അതുകൂടി അതിനും ഈ വെള്ളം കിട്ടുന്ന സ്ഥലം കൂടി നമുക്ക് കിട്ടണം. അത് കിട്ടിയാൽ മാത്രമേ നമുക്കത് പ്രവൃത്തി സാധ്യമാക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ആ തരത്തിൽ ആ പ്രദേശം കൂടി ഇത് ചെയ്യുന്നതിനുള്ള ഇടപെടൽ നടത്താമെന്ന് മാത്രം പറഞ്ഞത് കൊണ്ട് നിങ്ങളുടെ സന്തോഷത്തിൽ ഞാനും കൂടി പങ്കുചേർന്നുകൊണ്ട് തുടർന്ന് സംസാരിക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് പ്രിയങ്കരിയായ ശ്രീമതി മിനി സുനിലിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യനായിട്ടുള്ള യോഗത്തിന്റെ അധ്യക്ഷനും ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഹരിവി നായർ അവർ, ഈ കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം ചെയ്ത് ഇവിടെ നിന്ന് കടന്നുപോയ ആദരണീയായ ബ്ലോക്കിന്റെ പ്രസിഡന്റ് ലതിക വിദ്യാധരൻ അവർ, സ്വാഗതം ആശംസിച്ച ഗ്രാമപഞ്ചായത്തിന്റെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണും അക്കോണം വാർഡ് മെമ്പർ കൂടിയായ ശ്രീമതി റീജ ഷെഫീഖ്, അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിന്റെ മുൻ വൈസ് പ്രസിഡന്റും CPIMന്റെ നേതാവ് കൂടിയായിട്ടുള്ള D സന്തോഷ് അവർ, ഏറെ പ്രിയങ്കരായിട്ടുള്ള നാട്ടുകാരെ, പത്രമാധ്യമ പ്രവർത്തകരെ, പ്രിയപ്പെട്ടവരെ,
നമ്മുടെ കുടിവെള്ള പദ്ധതിയെക്കുറിച്ച് എല്ലാം തന്നെ വളരെ വിശദമായി നമ്മുടെ ഉദ്ഘാടകയും അതുപോലെ അധ്യക്ഷനും എല്ലാം വളരെ വിശദമായി പറഞ്ഞു. നമ്മുടെ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് നമ്മൾ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ ഞങ്ങൾ ജനപ്രതിനിധികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടായിരുന്നു ഒരു 4-5 വാർഡുകളിൽ കുടിവെള്ള പ്രശ്നം. എന്തായാലും ത്രിതല പഞ്ചായത്ത് ഭരണസമിതിയുടെ സംയുക്തമായ ഇടപെടലിൽ ബ്ലോക്ക് പഞ്ചായത്തായാലും നമ്മുടെ ജില്ലാ പഞ്ചായത്തായാലും അവരുടെ എല്ലാം പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്തിനെ അനുകൂലമായ രീതിയിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വലിയപാറ ചെരുവ് കോളനി നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെ ഏകദേശം 75 ലക്ഷം രൂപയാണ് അവിടുത്തെ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇടയ്ക്കോട്, അത് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന എന്റെ വാർഡില് 1,10,00,000 രൂപയാണ് ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് മാറ്റിവെച്ചുകൊണ്ട് കുടിവെള്ള പദ്ധതി നടത്തുന്നതിന് വേണ്ടി ഏകദേശം 150ഓളം കുടുംബങ്ങൾക്ക് ആനുകൂല്യം ലഭിക്കത്തക്ക രീതിയിലുള്ള പദ്ധതി. അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് സമാനമായി തന്നെ ഗ്രാമപഞ്ചായത്തിനോടൊപ്പം ചേർന്നുകൊണ്ട് നമ്മുടെ അക്കോണം വാർഡിലെ അടക്കം ഇവിടെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ അവിടെ രാഷ്ട്രീയത്തിന് ഒരു പ്രാധാന്യവും കൊടുക്കാതെ എല്ലാവരെയും ഒറ്റ കണ്ടുകൊണ്ട് നമുക്ക് വോട്ട് തന്നവരാണ്, എന്നും LDFിനോടൊപ്പം നിൽക്കുന്ന ജനങ്ങളാണ് ഈ ചടയമംഗലം പഞ്ചായത്തിലുള്ളവർ എന്ന് കണക്കാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ തൊട്ടടുത്ത കണ്ണങ്കോട് വാർഡിലടക്കം കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പണം മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളുമായാണ് നമ്മളെ ത്രിതല പഞ്ചായത്ത് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുടിവെള്ള പദ്ധതി ഏകദേശം 44ഓളം ഗുണഭോക്താക്കൾക്കാണ് ഇന്നത്തെ ഈ ഉദ്ഘാടന പദ്ധതിയിലൂടെ കുടിവെള്ളം ലഭിക്കുന്നത്. ഇപ്പൊ എനിക്ക് മുമ്പിലിരിക്കുന്ന നമ്മുടെ ആശാവർക്കർ പറയുന്ന കേട്ട് ഞങ്ങൾക്ക് ഇനി ഇങ്ങോട്ട് മേലോട്ടുള്ള 17ഓളം കുടുംബാംഗങ്ങൾക്ക് വെള്ളം ലഭിക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെയോ അല്ലെങ്കിൽ ബ്ലോക്കിന്റെയോ പദ്ധതി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഭരണസമിതി ഇറങ്ങുന്നതിന് മുമ്പ് ആ 17 പേർക്കുള്ള കുടിവെള്ള പദ്ധതി കൂടി ഞങ്ങൾ നടത്തും. അതിനാർക്കും ഒരു സംശയം വേണ്ട. ഞാനിപ്പോ റീജയോട് പറഞ്ഞതേ ഉള്ളൂ. ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ ആയാലും ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആയാലും പൈസ ഉപയോഗിച്ച് ഈ കുടിവെള്ള പദ്ധതികൾ നടത്തുമ്പോൾ നമുക്കത് വാട്ടർ അതോറിറ്റിക്ക് കൈമാറി കൊടുക്കുന്നതിന് വേണ്ടി സാധിക്കാത്ത ഒരവസ്ഥയാണ്. അതുകൊണ്ടാണ് എനിക്ക് മുമ്പ് സംസാരിച്ച ബ്ലോക്കിന്റെ വൈസ് പറഞ്ഞത്, നിങ്ങളെ തന്നെ ഈ പദ്ധതി അതിന്റെ പൂർണ്ണ രൂപത്തിലാക്കി ഇതിന്റെ ഗുണഭോക്താക്കളെ തന്നെ അതിന്റെ ചുമതല ഏൽപ്പിക്കുകയാണ്. ഇതിന്റെ തുടർ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യേണ്ടത് ഇതിന്റെ ഗുണഭോക്താക്കളാണ്. പഞ്ചായത്തിന്റെ അവസ്ഥയും ഇതാണ്. പഞ്ചായത്തിന്റെ പണം ഉപയോഗിച്ച് നമ്മൾ ഇതുപോലുള്ള കുടിവെള്ള പദ്ധതി ചെയ്താലും അതിന്റെ ഗുണഭോക്താക്കളായ ബഹുമാനപ്പെട്ട ജനങ്ങളെയാണ് അതിന്റെ തുടർ പ്രവർത്തനങ്ങൾ ഏൽപ്പിക്കേണ്ടത്. അപ്പോൾ ഇതിൽ വരുന്നൊരു ബുദ്ധിമുട്ട്, നിങ്ങൾ എത്ര വീടുകാരാണോ ഈ വെള്ളം ഉപയോഗിക്കുന്നത് അവർ വേണം ഇതിന്റെ മോട്ടറിന്റെ മെയിൻ്റനൻസ് ആയാലും കുടിവെള്ളത്തിന്റെ മറ്റു കാര്യങ്ങളായാലും ചെയ്യേണ്ടി വരുന്നത്. അപ്പം ചിലയിടത്തെങ്കിലും എനിക്ക് തോന്നുന്നു ഞങ്ങളൊക്കെ വരുന്നതിന് മുമ്പാണ് ജില്ലാ പഞ്ചായത്തിന്റെ ലക്ഷക്കണക്കിന് രൂപയുടെ പദ്ധതി വെച്ചുകൊണ്ട് നമ്മുടെ കുരിയോട് വാർഡിൽ ഇത്തരത്തിലൊരു കുടിവെള്ള പദ്ധതി നടപ്പാക്കുകയും എന്നാൽ ജനങ്ങളുടെ അശ്രദ്ധ മൂലം ആ പദ്ധതി നേരാവണ്ണം നടത്താത്തൊരവസ്ഥയുണ്ടായി. ഇപ്പൊ അവിടെ വലിയ കുടിവെള്ള പ്രശ്നമാണ്. ഇപ്പൊ ജില്ലാ പഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും പൈസ അവിടെ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴും ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം പഞ്ചായത്ത് ഏകദേശം 20 ലക്ഷത്തോളം നാളെ കഴിഞ്ഞ കാലങ്ങളിൽ ജില്ലാ പഞ്ചായത്ത് കൊടുത്തതുപോലെ ഈ ഫണ്ട് ആർക്കും ഉപയോഗമില്ലാത്ത രീതിയിൽ പോകുമോ എന്നൊരു സംശയം കൂടി ഞങ്ങൾക്കുണ്ട്.